ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിൻറ്റ്. റിവ്യൂ പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് എല്ലാവരും ഹാളിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു അയ്യോ എന്നാക്കുമ്പോൾ ഉണ്ണിയപ്പം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവൾ ഉണ്ണിയപ്പം എടുത്ത് ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആകാശ് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തേലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ പരസ്പരം നോക്കും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മനോരമ ഞങ്ങളോടൊക്കെ വഴക്കിട്ട് റൂമിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആകാശ് പറയും, ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ചായ ഞാൻ റൂമിൽ കൊണ്ടു കൊടുക്കാം എന്ന് പറയുമ്പോൾ പ്രീതി പറയും, അഞ്ജലി ചേച്ചി ഞാൻ കൊണ്ടു കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പറയും, അത് നല്ല ഐഡിയ ആണ്, അങ്ങനെ പിണക്കം മാറ്റാം, പ്രീതി കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രീതി കിച്ചണിലേക്ക് ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പം തന്നെ അവർ തമ്മിൽ അമ്മായിമ്മയും മരുമോളും പിണക്കൊക്കെ മാറ്റട്ടെ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും, അതെ അത് ശരിയാണ്, ഇങ്ങനെയൊക്കെ തന്നെ അവർ ഇണങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം ശ്രുതി കയ്യിലെ മൈലാഞ്ചിട്ട് നോക്കിയിട്ട് പറയാണ്, ഈ മൈലാഞ്ചിടുന്ന കുട്ടിയെ എന്ത് പരിപാടിയാണ് കാണിച്ചത്, എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് പേര് ചോദിച്ചപ്പോൾ അവിടെ സംസാരിച്ചിരുന്നപ്പോഴാണ് അശ്വിൻ പറഞ്ഞത്, അതിന് ആ കുട്ടി എന്താ ചെയ്തു വെച്ചെങ്കിൽ ഇതെന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മനോരമയാണ്. മനോരമ ആളുടെ മുറി ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്, എന്നെ ആർക്കും വേണ്ട, ഞാനിപ്പോൾ കറി ലീഫായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രീതി അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ പ്രീതി പറയും, ആൻറ്റി എന്ന ചായ എന്ന് പറയുമ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട്, ആരെടി നിൻ്റെ ആൻറ്റി, കോൾ മീ മാഡം എന്ന് പറയും. അപ്പോൾ പ്രീതി ഒന്നും പറയില്ല, പ്രീതി മാഡം ചായ കുടിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, ആരും എൻ്റെ മകനെ അങ്ങനെ സ്വന്തമാക്കാമെന്ന് വിചാരിക്കേണ്ട, നീ പിന്നീട് കാണിക്കുന്നത് അശ്വിനെയാണ്. അശ്വിൻ ശ്രുതി പറഞ്ഞത് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ആ സമയത്ത് ആലോചിക്കും, ഫോൺ വിളിച്ചിരുന്നത് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ വോയിസ് മെയിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് കേൾക്കുകയാണ്. അപ്പോൾ അതിൽ ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സാർ ഞാൻ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ മാറി നിൽക്കരുത്, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് പറയാം, നിങ്ങൾ വരുമ്പോൾ ഞാൻ മാപ്പ് പറയും, വേറെ ഒരു ആപത്തുമില്ലാണ്ട് തിരിച്ചെത്തിയാൽ മതി, വേഗം വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് അവൾ കട്ടായി എന്ന് കരുതിയിട്ട് പറയുന്നത് കൂടെ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ആപത്തും കൂടാതെ തിരിച്ച് വരണമെന്നൊക്കെ. അതൊക്കെ ആ വോയിസിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അശ്വിൻ കേട്ടിട്ട് പിന്നെ ശ്രുതിയുടെ അടുത്തേക്ക് പോവുകയാണ്. സമയം ശ്രുതി കിച്ചണിൽ കൈ കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ലെറ്റർ എഴുതിയത് കളയാനായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ദൈവമേ ഇത് മാറ്റി, കുന്തം പോകണില്ലല്ലോ, ഇതെന്ത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി പറക്കുന്ന സമയത്ത് ബാക്കിൽ അശ്വിൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ശ്രുതികുമാരി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഞെട്ടിയിട്ട് ഫേസ് നോക്കാതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അശ്വിൻ പറയും, ശ്രുതി നിന്നെ തന്നെയാണ് വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയും, നീ എന്നെ വിളിച്ചിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഇല്ല ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അശ്വിൻ പറയും, മുഖത്ത് നോക്കി കള്ളം പറയരുത്, നിൻ്റെ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോണിൽ ആ വോയിസ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിൻ്റെ വോയിസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അല്ല ഇത് എൻ്റെ വോയിസ് അല്ല എന്ന് പറയും. മുഖത്ത് നോക്കി കള്ളം പറയരുത്, സത്യം പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഇത് എൻ്റെ വോയിസ് അല്ല എന്ന് പറയുമ്പോൾ അശ്വിൻ പറയും, എന്നാൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പ്ലേ ചെയ്യാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഇനി പ്ലേ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി മനസ്സിൽ പറയണം, ദൈവമേ പെട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി ഇങ്ങനെ അവളല്ല എന്ന് പറയുമ്പോൾ ആ സമയത്ത് അശ്വിൻ അവളുടെ കയ്യിൽ കയറി പിടിക്കും. അപ്പോൾ ശ്രുതി ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യണേ, എൻ്റെ കൈ വിട് എന്ന് പറയുമ്പോൾ അവൻ വിടില്ല. അപ്പോൾ അവൾ കയ്യിലെ ലെറ്റർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ കൈ മടക്കി പിടിച്ചിട്ടാണ് ഇങ്ങനെ ബലം പിടിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് കൈ പിടിക്കാൻ രണ്ട് കൈ കൊണ്ട് അവൾ ശ്രമിക്കുന്ന സമയത്ത് അവൾ കൈ മടക്കിയത് നിവർത്തും. അപ്പോൾ ആ സമയത്ത് അശ്വിൻ കാണുന്നുണ്ട് എന്ന് എഴുതിയത്. അശ്വിൻ ചോദിക്കും, ഇതെന്താ എന്ന് എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എൻ്റെ പേരിൽ എ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അശ്വിൻ ചോദിക്കും, ശ്രുതിയിലോ, ശ്രുതിയിൽ എ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയിലുണ്ട്, ശ്രുതി
കുമാരിയിൽ എ ഉണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ ശ്രുതികുമാരിയിലെ എ ഉണ്ടല്ലേ, ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അവിടേക്ക് വരികയാണ്. എനിക്ക് ശ്രുതിക്കുട്ടി എന്ന് വിളിച്ചിട്ട് വരുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ കൈ വിടും. അങ്ങനെ എനിക്ക് പറയും, ശ്രുതിക്കുട്ടി ചായ കുടിക്കാൻ ഒഴിച്ചു വെച്ചിട്ട് എന്താ വരാത്തപ്പം പറയുന്നത് ഫുള്ള് തെറ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ ശ്രുതിനോട് പറയും, ചായ ചൂടാറുകയാണ്, വായോ, നിനക്ക് വേണ്ടി ഞാൻ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അശ്വിൻ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് എനിക്ക് പറയും, അശ്വിൻ ബ്രോയും വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഹാളിലേക്ക് വരികയാണ്. അപ്പോൾ പിന്നെ പ്രീതിയെയും ആകാശിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആകാശ് ചോദിക്കും എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രീതി വളരെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ സമയം എനിക്ക് അടുക്കളയിൽ പോയിട്ട് ചായ എടുത്തിട്ട് വന്നിട്ട് പറയും, ഇതെൻ്റെ സ്പെഷ്യൽ ചായയാണ്, എല്ലാവരും കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം ശ്രുതിക്ക് കൊടുക്കും, പിന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് പറയും, ശ്രുതിക്കുട്ടി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറ, ഇത് ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ചായയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അശ്വിൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അശ്വിൻ അവിടെ അഞ്ജലി എഴുന്നേറ്റ് കൊടുക്കും. അപ്പോൾ അശ്വിൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിടെ വർത്തമാനം കേട്ടിട്ട് അശ്വിൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല, ദേഷ്യപ്പെട്ടിട്ടാണ് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് പറയും, എനിക്ക് ഒരുപാട് ഡിഷസൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഓരോ രാജ്യങ്ങളുടെ പേരൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും എന്ത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയും, അല്ല എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, വെജിറ്റേറിയനൊക്കെ ഞാൻ കുക്ക് ചെയ്യും, ഞാൻ നല്ലൊരു കുക്കാണ് എന്നൊക്കെ പറയുമ്പോൾ, സ്വീറ്റ്സ് ഉണ്ടാക്കും, വെജിറ്റബിൾ കുക്ക് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയും, ഇവൻ നല്ലൊരു കുശിനിക്കാരനാണ് എന്ന് പറയും. അപ്പോൾ എനിക്ക് ചോദിക്കും, എന്ത് കൗശലക്കാരനോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും, അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കും, ഞങ്ങൾക്കൊരു സ്വീറ്റ്സ് ഷോപ്പുണ്ട് എന്ന് പറയുമ്പോൾ ാണ് മുത്തശ്ശി പറയുന്നത് ഇവർക്കൊരു കുശിനിക്കാരനെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ചോദിക്കും, കൗശലക്കാരനോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കുശിനിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം ചെയ്യുന്ന ആൾ എന്നാണ്. ശ്രുതി വിഷമിച്ചിട്ടാണ് എനിക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുക്കെന്നാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും അതേ എന്ന് പറയും. അപ്പോൾ ചിരിച്ച് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അശ്വിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അശ്വിൻ പറയും, ചേച്ചി ഞാൻ പോവാണ്, എനിക്കൊരു കോൺഫറൻസ് കോളുണ്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പറയും, ശരി കുഞ്ഞാ എന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. ആ സമയത്ത് അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ പറയും, അഞ്ജലി മോളെ എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ശരിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും, അഞ്ജലി നമ്മൾ പ്രീതിക്ക് വേണ്ടി പണി കഴിപ്പിച്ച് ആ വള എടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും, അശ്വ അത് എവിടെയാണ് വെച്ച മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, അശ്വിന് കാണിച്ചു കൊടുത്തിട്ട് അവൻ്റെ റൂമിലുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അഞ്ജലി എന്നാൽ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധ പറയും, മോളിവിടെ രാവിലെ തുടങ്ങി പണി ചെയ്ത് കിടക്കല്ലേ, മോളവിടെ ഇരിക്കുക, ശ്രുതി എടുത്തിട്ട് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഞെട്ടിയിട്ട് ഞാനോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അഞ്ജലിക്ക് മനസ്സിലാവും ശ്രുതി ടെൻഷൻ കാണുമ്പോൾ. അപ്പോൾ അഞ്ജലി പറയും, നീ ചെല്ല്, കുഴപ്പമില്ല, അവൻ അശ്വിൻ അവിടെ ഇല്ല, കുഞ്ഞനവിടെ ഇല്ല, മീറ്റിങ്ങിലായിരിക്കും, പോയി എടുത്തിട്ട് വായോ എന്ന് പറയും. ഷെൽഫാണ് പോകുന്നത്, ദൈവമേ അയാളെ മുഖിനി കാണില്ല, ഒന്നാമത് നാണം കെട്ടിട്ടാണ് നിൽക്കുന്നത്, ഇനി അയാളെ മുൻപിൽ പോയി പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പോയി അശ്വിൻ്റെ റൂമിൽ ഡോറ് തുറക്കുമ്പോൾ അശ്വിൻ അവിടെ കാണാനൊന്നുമില്ല. അപ്പോൾ അവളങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ഡ്രോയറൊക്കെ തുറന്ന് നോക്കും. അപ്പോൾ ആദ്യം തുറക്കുമ്പോൾ അതിൽ കാണില്ല, പിന്നീട് തുറക്കുമ്പോൾ അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വളയാണല്ലോ, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ എടുത്ത് നോക്കിയിട്ട് അതായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് തട്ടി വള തെറിച്ച് പോകും. അങ്ങനെ വള അങ്ങനെ ഉരുണ്ട് പോയിട്ട് റൂമിന് പുറത്ത് എന്താ പറയുക സൺസൈഡിലേക്ക് വീഴാണ്. സമയത്ത് അശ്വിൻ അവിടെ നിൽക്കുന്നുണ്ടാവും, ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അശ്വിൻ നോക്കുന്നുണ്ട് ശ്രുതിനെ. അപ്പോൾ അങ്ങനെ ശ്രുതി ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വള എടുക്കാനായിട്ട് മുകളിലേക്ക് കൈ എത്തിക്കാനൊക്കെ നോക്കും, പറ്റില്ല. അപ്പോൾ അവൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ അതിലൂടെ കൈ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ നിൽക്കണം, പക്ഷെ എത്തുന്നുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അശ്വിൻ അവിടേക്ക് വന്നിട്ട് അശ്വിൻ അപ്പുറത്ത് നിന്നിട്ട് വള എടുക്കും. അപ്പോൾ ശ്രുതി ഞെട്ടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ. അപ്പോൾ ശ്രുതി അശ്വിനോട് പറയും, സാർ എന്തിനത് എടുത്തത്, ഞാൻ എടുക്കുമായിരുന്നല്ലോ, എനിക്കത് എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അശ്വിൻ പറയും, നീ അത് എടുക്കുമായിരുന്നോ, നിനക്ക് എടുക്കാൻ പറ്റുമോ, അത്രയ്ക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഞാനത് എടുക്കുമോ എന്ന് പറയും. അപ്പോൾ അശ്വിൻ പിന്നീട് അത് ഇങ്ങനെ കുറച്ച് നേരം പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ അത് എറിയും. അപ്പോൾ ശ്രുതി എന്താ പറയുക, പിന്നെയും അതെടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ഇങ്ങനെ കൈ ഇട്ട് താഴേക്ക് ഇടുകയാണ്. അപ്പോൾ ആ സമയത്ത്
അവളിങ്ങനെ എത്തിക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല. ആ സമയത്ത് അവളുടെ ഷോള് ഇങ്ങനെ ബാക്കിലോട്ട് വലിക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട്, അവൾ എന്താണെന്നിങ്ങനെ നോക്കും, എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും. മുൻപ് ഷോള് ചെടിയിൽ കൊളുത്തിയിട്ട് അവൾ അശ്വിൻ്റെ മുഖത്തേക്ക് ചൂട് ചായ ഒഴിച്ച കാര്യമൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വിചാരിക്കും ഇതേപോലെ എവിടെയെങ്കിലും തടഞ്ഞ് ഇതാവുന്നതായിരിക്കും എന്ന് വെച്ചിട്ട് അവൾ തിരിഞ്ഞു നോക്കും. അപ്പോൾ നോക്കുമ്പോൾ അശ്വിൻ പിടിച്ചു വലിക്കുന്നതായിരിക്കും. അങ്ങനെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഉള്ള എപ്പിസോഡുകൾ തുടർന്നും കാണാനായിട്ട്